ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ ഇന്നലെ അല്ല 2 ദിവസം മുമ്പ്, ഇതൊന്നും അധികം കാലം ഓടൂല, ക്ലാസ്സിൽ പോണതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഓടോ ഇല്ലേ എന്നുള്ളതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. എനിക്ക് പ്രതീക്ഷ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ഞാൻ പറയുന്നില്ല, അവസാനം 5 വർഷത്തിന് ശേഷം പറയാം. ഇത് സിലു ടോക്ക് സൽഹ എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, കാരണം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് സിലു ടോക്ക് സൽഹ. സിലുവിന്റെ വ്ളോഗ്സ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹോം മേക്കേഴ്സും കണ്ടിരിക്കേണ്ട, ഹോം മേക്കേഴ്സിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വ്ളോഗ്സ് ഒക്കെയാണ് സിലു ചെയ്യാറുള്ളത്. ഈ ഒരു വീടിലെ ക്ലീനിങ്, കുക്കിംഗ്, അതുപോലെ തന്നെ മക്കളെ നോക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അപ്പം ഈ സിലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 മക്കളാണ് കേട്ടോ ആൾക്കുള്ളത്. അതിൽ വലിയ ആള് ഇപ്പം നമ്മുടെ മലപ്പുറം ഇതിലൊക്കെ പറയാന്നുണ്ടെങ്കിൽ കല്യാണപ്രായം എത്തുന്ന ഒരു കുട്ടിയുണ്ട്. അതിന് താഴെ ചോട്ട കുട്ടികളുണ്ട്. അങ്ങനെ 5 മക്കളുള്ള ഒരു ആളാണ്, അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് സിലു എന്ന് പറഞ്ഞ ആള്. ഓക്കെ, പിന്നെ ഈ സിലുവിന്റെ ഒരു പ്രത്യേകത പറയാന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ കുട്ടികളെ അങ്ങനെ. അപ്പൊ അവരുടെ വയസ്സ് 35ആണ്. ഞാനിന്ന് സിലുവിനെ എക്സാമ്പിൾ ആക്കി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ വിവാഹപ്രായം 18 ആക്കിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അതിനു മുന്നേ പെൺകുട്ടികളെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴൊക്കെ കെട്ടിച്ചയച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും പിന്നീട് പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിന്നീട് പഠിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം വീട്ടുകാർ സമ്മതിച്ചാലും പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് അതിന് ഫിസിക്കലി കഴിയുമായിരിക്കില്ല, അതല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല റീസൺസ് കൊണ്ട് വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ. എന്താണെങ്കിലും സിലുവിന്റെ കഥ കേൾക്കണം. പൊതുവെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ്, കുട്ടികളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ വീട്ടമ്മമാരെന്താ പറയാ, എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞു, എനിക്കോ പഠിക്കാൻ പറ്റില്ല, ഇനി എൻ്റെ മക്കൾ പഠിച്ച് വലുതായ ഒരു നിലയിലേക്ക് എത്തട്ടെ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സിലു മാതൃകയാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ 35ാമത്തെ വയസ്സിൽ ഈ 5 മക്കളെയും വെച്ചിട്ട് അവള് വീണ്ടും LLBക്ക് ജോയിൻ ചെയ്തു. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സിലുവിന്റെ ഒരു സ്ഥാനത്ത് മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചിന്തിക്കാം? അവർ വിചാരിക്കും, ഇനിയിപ്പോൾ എൻ്റെ മക്കളൊക്കെ പഠിച്ച ഒരു നിലയിലെത്തട്ടെ, അവരെ ഒക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തതിന് ശേഷം അവരെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിലുള്ളത്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രായത്തിനും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണെങ്കിലും സിലുവിനെ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ ഇന്നലെ അല്ല 2 ദിവസം മുമ്പ്, ഇതൊന്നും അധികം കാലം ഓടൂല, ക്ലാസ്സിൽ പോണതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഓടോ ഇല്ലേ എന്നുള്ളതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. എനിക്ക് പ്രതീക്ഷ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ഞാൻ പറയുന്നില്ല, അവസാനം 5 വർഷത്തിന് ശേഷം പറയാം. ഇന്നലെ ടൈം ടേബിൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ, ഒന്നും മനസ്സിലായില്ല വായിച്ചിട്ട്. എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ സെറ്റാവുമായിരിക്കും. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ 30 വർഷങ്ങൾക്ക് ശേഷം LLB എടുത്തു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും, കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ പറയുന്നത്. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പണിയാണ്. വീഡിയോ കാര്യങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വരുമാനവും മുട്ടും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നമുക്ക് വേറെ ബിസിനസ്സും ഇല്ലല്ലോ, മുമ്പാണെങ്കിൽ മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല രീതിക്ക് കൊണ്ടുപോകണ്ടേ. ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നമ്മൾ കഷ്ടപ്പെടാതെ ഭൂമിയിലൊന്നും കിട്ടൂല, അങ്ങനെ കിട്ടുക ഒന്നും നിലക്കൂല എന്നല്ലേ. അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഊണ് ഉറക്കം ഒക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരുന്നു മാത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് 7:30 ഇറങ്ങിക്കഴിഞ്ഞാലേ നടക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. അല്ലെങ്കിൽ ഒരു 7:45 7 മണി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറ് കാര്യങ്ങളുണ്ട് എനിക്ക്. ഓറഞ്ചുണ്ട്. അവരിനി ഇത് ആരാ ഉണ്ടാക്കി തന്നു ചോദിച്ചാൽ ഞാൻ പറയും ഉമ്മാന്ന്. ആരും ഉമ്മാന്ന് മാത്രം പറയില്ല, എൻ്റെ മക്കളുടെ ഉമ്മ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ഇന്നലെ ചോദിച്ചു പേരൻസ് എവിടെ പരിചയപ്പെടണം എന്നുള്ള പോലെ. ഞാൻ പറഞ്ഞു പരിചയപ്പെടാം. അവരുടെ പേരൻസിനൊക്കെ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ പേരൻസിനെ ഞാൻ കാണിച്ചില്ല. ഇക്കയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു, ഇക്കയാണ് കുട്ടിയായിരുന്നു. അമ്മാനെ ഇവിടെ നിർത്തി, എന്നിട്ട് ഞങ്ങൾ പോയി. ഇച്ചുബേബിനൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പിന്നെ തോന്നി വേണ്ട ഇനിയൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു.
എനിക്ക് എക്സാം ആയതുകൊണ്ട് കൊണ്ടുപോകാനും പറ്റിയില്ല. സിലു സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അവരിങ്ങനെ കുറേ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഭയങ്കര വെറീഡ് ആയിരുന്നു. കാരണം സാധാ ഒരു ഡിഗ്രിക്കല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്, LLBക്കാണ് ജോയിൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം 5 വർഷത്തെ LLB എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം എന്താ, പ്രയാസങ്ങൾ എന്ന് വെക്കുമ്പോൾ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പാസ്സാക്കാൻ പറ്റുമോ? കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. LLB അല്ലേ, 5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. 30 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ടും LLB എടുത്ത് കൂളായിട്ട് പാസ്സായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുമെന്നൊക്കെ. പിന്നെ സിലുവിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് അവരുടെ വ്ളോഗുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊന്നും അധിക കാലം ഓടൂല, നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് സിലു നേരിടുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടുന്ന തന്നെ ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് പഠനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് ഒരു പരിധിയില്ല. സ്വപ്നത്തിന് പ്രായം ഒരിക്കലും ഒരു പരിധിയല്ല. ഒരുപക്ഷെ വേറെ പല ഫാക്ടേഴ്സ് പരിധിയായിരിക്കാം, പക്ഷെ പ്രായം ഒരിക്കലും ഒരു പരിധിയല്ല. എത്ര വയസ്സാണ് എന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നത് വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് പ്രായത്തിൻ്റെ ഒരു അളവുകോലിൽ നമുക്ക് വെക്കാൻ പറ്റിയതല്ല. നിങ്ങൾക്ക് 50 വയസ്സായാലും 60 വയസ്സായാലും 75 വയസ്സായാലും പഠിക്കാൻ വേണ്ടി പോവാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അമ്മച്ചി കേട്ടോ, കോളേജിൽ ഫസ്റ്റ് ഇയറിന് BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തേക്കാണ്, വയസ്സ് 75. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീല് കാണുന്ന സമയത്ത് കണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് എനിക്ക് പഠിക്കാൻ തോന്നിയത്, അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് കണ്ട സമയത്ത് സന്തോഷവും അഭിമാനം എന്തൊക്കെയാണ് തോന്നിയെന്ന് എനിക്കറിയില്ല. പൊതുവെ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു അമ്മച്ചിയെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം 75-ാമത്തെ വയസ്സിലും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കോളേജിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അന്ന് കാശില്ലായിരുന്നു, ഇപ്പം എനിക്ക് ചെറുതായിട്ടൊക്കെ അധ്വാനിച്ച് കാശുണ്ട്, അപ്പം അത് വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. 75-ാമത്തെ വയസ്സിലൊക്കെ ആണെങ്കിൽ ആളുകൾ എന്ത് ചിന്തിക്കുക, കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കട്ടെ, എനിക്ക് മരിക്കാനായിട്ടുണ്ടെന്ന് ചിന്തിക്കും. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെയല്ല. ആ 75-ാമത്തെ വയസ്സിലും ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ് ചെയ്തത്. അപ്പോൾ സിലുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ സിലുവിനെ എക്സാമ്പിളാക്കി എടുത്തത്. അപ്പോൾ പ്രായം ഒരു പരിധിയല്ല. പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പഠനത്തിന് വേണ്ടി പോവുക. ഒരിക്കലും പിറകോട്ട് വലിക്കരുത് കാല്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ അതൊരിക്കലും അടിയറവ് വെക്കാനുള്ളതല്ല. കല്യാണത്തിനോ കുടുംബത്തിനോ അതല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അടിയറവ് വെക്കാനുള്ളതല്ല നമ്മുടെ സ്വപ്നങ്ങൾ. നല്ല സ്വപ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ചിറക് വെപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. എന്ന് വിചാരിച്ച് വീട്ടിലെ എല്ലാ പണികളും എല്ലാ ബാധ്യതകളും എല്ലാം വിട്ടെറിഞ്ഞ് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഠിക്കുമ്പോൾ അതിന് അവസരം നമ്മൾ ഉണ്ടാക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനുശേഷം പോകുമ്പോൾ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു വരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇവിടെ സിലുവിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്നുണ്ട്, എൻ്റെ 1 വർഷത്തെ പ്ലാനിങ് ആണ് ഞാനിപ്പോൾ ഡിഗ്രിക്ക് ഈ ഒരു LLBക്ക് ജോയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. 1 വർഷത്തെ അവളുടെ എഫേർട്ടാണ്. അതായത് കുറേ പ്ലാനിങ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതിനുവേണ്ടി തുടരെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.